ഇപ്പം ഞാനിടുന്ന ഈ ഒരു ഇത് കണ്ടോ, സ്ക്രീൻഷോട്ട്, അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വാങ്ങി വെച്ച, എൻ്റെ കയ്യിൽ കുറച്ച് USDT ഉണ്ടായിരുന്നു. ആ USDT വെച്ചിട്ട് ഇപ്പം INR ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുക എന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ല ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലുള്ള USDT കണക്കാക്കിയിട്ടുള്ള കുറച്ച് ഇതേറിയം കോയിന് ഞാൻ ജസ്റ്റ് വാങ്ങി വെച്ചിട്ട് എന്ത് ചെയ്തു, അത് ഇതേറിയത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് അവിടെ വെച്ചതാണ്. ഇപ്പം അതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 0.1052 ആ ഒരു ലെവലിലുള്ള കോയിൻ്റെ റേറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് മേലെ പോയിട്ടുണ്ട്. അന്ന് 1300 1400 ആ റേഞ്ചൊക്കെ ഉള്ള സമയത്ത് വാങ്ങി വെച്ചതാണ്, വെറുതെ അതിലേക്ക് മാറ്റി വെച്ചതാണ്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് ഏകദേശം 2000-ന് മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ ഉള്ള പ്രൈസ് വ്യത്യാസം കാണിച്ചു തന്നിട്ടുണ്ട്. സ്പോട്ടിലാണ്, അല്ലാണ്ട് ട്രേഡിങ്ങിലൊന്നും അല്ല അതുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുക. അത് പിന്നീട് ഗ്രാജുവലി അതിങ്ങനെ നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ട് പറഞ്ഞു വരുന്നത്. ഞാൻ പല സ്റ്റാറ്റസൊക്കെ ഇടുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും, ഇതെന്തിനാ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ. ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എന്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ കയ്യിലുള്ള പൈസ, എന്ത് സാധനങ്ങളായാലും അതെന്ത് ചെയ്യാം, നമുക്ക് ഉപകാരപ്പെടും എന്നുള്ള രീതിയിലാക്കി വെച്ചേക്കുക. പിന്നീട് അത് മാറ്റം വരുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും. ഇപ്പോഴത്തെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഓരോ സാധനത്തിലും വാങ്ങുന്നതായാലും വിൽക്കുന്നതായാലും കൊടുക്കുന്നതായാലും ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ഉപകാരത്തിലേക്ക് എത്തിപ്പെടുന്നതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്.